ഗൈസ്, എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു മൈ വീഡിയോ. അപ്പോൾ ഗൈസ്, നമ്മൾ ഇന്ന് കളിക്കാൻ പോകുന്നത് റോബ്ലോക്സിലെ ബറീസ് പ്രസൻ ആണ്. ഗൈസ്, നമ്മൾ അവിടെ എത്തിയിട്ടുണ്ട്. ഗൈസ്, നമ്മൾ ഈ ബറീസ് പ്രസൻ എന്ന് പറഞ്ഞ ഒരു കിടിലൻ ഗെയിമാണ്. നമ്മുടെ പോലീസ് വായിക്കുന്നുള്ള ഈസി കൊടുക്കുകയാണ്. നമ്മൾ നേരെ ഇതാ കളിയിലേക്ക് എത്തിയിട്ടുണ്ട്. നമ്മളിതാ ഏണി കയറി പോവുക, നേരെ പോവുക, നേരെ വളയിക്കുക. നമ്മൾ ബറീസ് പ്രസൻ കളിച്ചുകൊണ്ടിരിക്കുകയാണിപ്പോൾ. നമുക്ക് ഹാർഡ് ലെവലൊക്കെ എത്തുമ്പോൾ അത്യാവശ്യം പാടാണ്. ഹാർഡ് ഈസി ആയിരുന്നു ഗൈസ്. ഞാൻ ഹാർഡ് കളിച്ച് ജയിച്ചിട്ടുണ്ട്, ഇതും കളിച്ച് ജയിച്ചിട്ടുണ്ട് ഗൈസ്. പക്ഷേ ഹാർഡ് അത് നമ്മൾ വേറെ റോബ്ലോക്സ് ആയിരുന്നു. അത് നമ്മൾ അറിയാതെ എൻ്റെ കയ്യേറി തട്ടി ഡിലീറ്റ് ആയിപ്പോയി. നമ്മൾ നേരെ ഒരു സ്പാനറും ടൂൾസൊക്കെ എടുത്ത് തല്ലി പൊട്ടിച്ച് കയറുന്നുണ്ട് ഇതിൻ്റെ അകത്തോട്ട്. അങ്ങനെയൊക്കെയോ ഗൈസ്. നമ്മൾ നേരെ അപ്പാപ്പൻ താന്നിക്കുന്നു നമുക്ക് സ്വിച്ച് ആക്കിയിട്ട് ഓടിക്കളയാം. പോലീസാണ് അതിൻ്റെ കയ്യിൽ നമ്മൾ എങ്ങനെയൊക്കെയോ പെട്ടു ഗൈസ്. റോബോട്ട് ഫ്രണ്ടിൽ നടപ്പുണ്ട്. റോബോട്ട് നമ്മളിതാ പെട്ടെന്ന് ആക്കിയിട്ടുണ്ട്. എൻ്റെ മോനെ ഡാർക്ക് ഈ പോലീസുള്ള റോബോട്ടുകളെ ആരാ നമ്മുടെ സീനായിട്ട് തന്നെ പെട്ടെന്ന് തന്നെ ഇനി നമുക്ക് ബട്ടൺ നിൽക്കേണ്ട ആവശ്യമില്ല. ഒരു പ്രാവശ്യം ഞാൻ നെക്കി നമ്മളതാ പറക്കുകയാണ്. നമ്മൾ ഈ ബറീസ് പ്രസൻ അത്യാവശ്യം ടാസ്ക്കാണ്. നമ്മൾ നൈസായിട്ട് ഞാൻ ചാടി അങ്ങോട്ട് കയറാണ്. എൻ്റെ പൊന്നോ, ഇത് നല്ല ടാസ്ക്കുള്ള ഗെയിമാണ് കേട്ടോ. പെട്ടെന്ന് ഞാൻ ഇങ്ങനെയോ കയറുന്നുണ്ട്. നമ്മളെ ഫ്രണ്ടിൽ കുറേ പേരൊക്കെ രക്ഷപ്പെടുന്നുണ്ട്. അയ്യോ അപ്പപ്പ ഇതിനകത്ത് മാറ്, നമുക്കൊന്ന് ക്യാരറ്റ് എത്തിയില്ല. ഞാൻ ഒന്ന് കയറിപ്പോക്കോട്ട്. അപ്പ അമ്മച്ചി വീഴല്ലേ. അതിൽ നമ്മളെങ്ങനെ തറപ്പോലെ നമ്മൾ തറപ്പോവാതെ എങ്ങനെയോ ചാടി കയറിയിട്ടുണ്ട്. ഈ റോബ്ലോക്സ് മൈൻക്രാഫ്റ്റ് കളിച്ചാൽ വിറ്റായിരിക്കും. ഒന്നാമത് ഈ മൈൻക്രാഫ്റ്റിൻ്റെ ഗ്രാഫിക്സ് പോലെയാണ് ഇരിക്കുന്നത്. കൂടെ മൈൻക്രാഫ്റ്റും കൂടെ കളിച്ചാൽ ഏതൊക്കെ കൂസ് തിരക്കാനുണ്ട്. അതായത് തന്നെ നമ്മളൊരു കുറ്റവും ചെയ്തില്ല. മരുമ കളിക്കാൻ നേരത്തെ നമ്മളിങ്ങനെ ജയിൽപ്പുള്ളിയാക്കി. അതായത് നമ്മൾ എങ്ങനെയോ ഈ എസ്കേപ്പ് ലാവയിൽ വീണം. ഇവിടെ പോലീസൊന്നുമില്ല. ഇവിടെ നമുക്കൊരു പാട്ടൊക്കെ പാടി രസിച്ച് പോവാം. പക്ഷേ എനിക്ക് പാട്ടൊക്കെ പാടി രസിക്കാൻ അത്ര ഇഷ്ടമൊന്നും അല്ല. വീണ് അപ്പ ഞാൻ അപ്പപ്പയാവും. പപ്പപ്പയ്ക്ക അമ്മ വീണ് ജസ്റ്റിസ്. സോറി, വീണില്ല, ജയിച്ച്. ഇനി അടുത്ത് ഇത് നമ്മളെങ്ങനെയൊക്കെ തോറ്റ് തിന്നാൻ പാടിയിട്ടുണ്ട്. ഒന്നും നോക്കട്ടെ. അപ്പപ്പ നമ്മൾ ചേട്ടാ പപ്പൻ ചേട്ടാ അമ്മച്ചി നമ്മളെങ്ങനെയൊക്കെയോ സിന്ധു അമ്മച്ചേ പണിയും പാളി. ഈ പാലത്തിലോട്ട് എങ്ങനെയും ചാടിയൊന്നും കയറാനും പറ്റില്ല. അത് ഓടിച്ച് ഞാൻ ഇങ്ങനെ ഒരു ഫ്ലോയി അങ്ങ് ചാടി അങ്ങ് പൊക്കോണ്ടിരിക്കുകയും കുറേ കട്ടൊക്കെ ഇങ്ങനെ പൊട്ടും. അമ്മാറിൻ്റെ അടുത്താണ് വേറെ കളി. ഇതല്ല, ഇതിനപ്പുറം ചാടിക്കളന്നവനാണ് ഈ കെ ജോസ്. ഇപ്പോൾ കേസ് ലാർവയുടെ ഉണ്ടപ്പോറെന്നും പറഞ്ഞു. ഇതൊക്കെ അമ്മാറിന് അറിഞ്ഞൂടെ. ഇപ്പോൾ പോവും 1 2 3 4. ഇതൊക്കെ എന്ത് ഇത് ചെറുതായിട്ട് ടാസ്ക്കാണ്. ഇതിലൊരു പോലീസ് ഇരിപ്പോണ്ട് തടിയൻ. ഈ തടിപാടൻ്റെ വയറുന്നൊക്കെ എന്താ ചാടി വലിച്ചു വാരി തീറ്റയായിരിക്കുമോ. ചക്കക്കുരുവൊക്കെ തിന്നിട്ട് വരി. നല്ല ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് കഴിക്കുമോ, അങ്ങനെ നിങ്ങളെ തടിയൊക്കെ കുറയും. അല്ലാതെ KFC മട്ടൻ ബിരിയാണി ചിക്കൻ ബിരിയാണിയും കഴിച്ചുകൊണ്ടിരുന്ന ഇങ്ങേർക്ക് ഒന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല. വാടാ, നീ കയറി വാടാ. എൻ്റെ അടുത്താണോ എൻ്റെ കളി? ഇതാണ് കേസ് ഞാൻ പറഞ്ഞത്, ചെറുതായിട്ട് ടാസ്ക്കാണ്. പോലീസ്
ഭയങ്കരമാണ്. നമ്മളിതാ അത്യാവശ്യം 5 മിനിറ്റ് കൊണ്ട് ഇവിടെ എത്തിയിട്ടുണ്ട്. അങ്ങനെ മണ്ടയിലോട്ട് കയറുന്നുണ്ട്. ഇവിടെ ചെറുതായിട്ടൊരു കുഞ്ഞു ടാസ്ക് ഉണ്ട്. അത്യാവശ്യം സമയം എടുക്കും ഇത് ജയിക്കാൻ. ഇവിടെ നേരെ എത്തിയിട്ടുണ്ട്. നമ്മൾ ബൂസ്റ്റ് ഡ്രിങ്ക് വാങ്ങിച്ചു കുടിച്ചിട്ട്. ബൂസ്റ്റ് ഇസ് ദ എനർജി ഓഫ് അവർ എനർജി. അല്ല, ബൂസ്റ്റ് ഇസ് ദ സീക്രട്ട് ഓഫ് അവർ എനർജി. ബൂസ്റ്റ് ഇസ് ദ സീക്രട്ട് ഓഫ് മൈ എനർജി. മൈ എനർജിയാണ്, അല്ലാതെ അവർന്നുമില്ല. കാല് ജസ്റ്റ് തെന്നിപ്പോയേ. അത് മഞ്ഞയിലെത്തുമ്പോൾ വേണം ചാടാൻ. അത് ഞാൻ നോക്കി വെച്ചിട്ടുണ്ട്. പിന്നെയും പോയി. എന്താണ് ഇന്ന് പറക്കുഞ്ഞ പറന്ന് നല്ലോണം പറന്നു ഗൈസ്. നമ്മളത് എങ്ങനെയൊക്കെയോ ചാടി ഒന്ന് പൊയ്ക്കൊണ്ടിരിക്കുകയും ഭാഗ്യം വേണ്ട. പതുക്കെ തന്നെ ചെയ്യണം. ഇതിനൊക്കെ ഒരു സമാധാനം വേണം കേട്ടോ. എല്ലാം എന്നെപ്പോലെ വെപ്രാളം കാണിച്ചാൽ ഇതേപോലെ മറിഞ്ഞെടുത്ത് തറയിൽ വരും. എനിക്ക് ജയിക്കണോ. ഒരു ജ്യൂസും കൂടെ വാങ്ങിച്ച് കുടിച്ചാൽ ഡബിൾ സ്പീഡായിട്ട് അത് ചാടിക്കോളും. ഇനി ജ്യൂസ് വാങ്ങിച്ച് കുടിക്കാൻ പറ്റൂല. ഞാൻ അന്നൊരു ദിവസം ട്രൈ ചെയ്ത് ജ്യൂസ് വാങ്ങിച്ച് കുടിക്കാൻ പറ്റുമെന്നറിയാം. യെസ്, ഇത് വീണ പണി എല്ലാം കൂടെ പാളി. ലാസ്റ്റത്തെ എത്തിയപ്പോ തന്നെ വീട്. അപ്പ നീ പോയി പപ്പിക്ക് വേണ്ടിയിരി. നമുക്ക് പാട്ടൊന്ന് പാടാൻ നല്ല കോൺസെൻട്രേഷനോടെ പോവാം. ഇതൊക്കെ എന്ത് യൂസ്. ഞാൻ നല്ല കോൺസെൻട്രേഷനോടെ തന്നെ. എടാ ഇത് എന്താടാ മനുഷ്യനൊക്കെ മനുഷ്യൻ പോകുന്നില്ല, ജയിക്കുന്നില്ല, ഒരു കുന്തമില്ല. അപ്പം അതൊക്കെ നിന്ന് ചാടാം പോയി. ആ ലാസ്റ്റത്തെ നമ്മൾ സൂക്ഷിക്കണം. ആ ലാസ്റ്റത്തെ എന്നെ തോപ്പിക്കാനായിട്ടുണ്ടായതാണ്. പതുക്കെ ഇനി അടുത്ത ഒന്നുകൂടെ പതുക്കെ. ഇനിയിപ്പോൾ ചാടുന്ന പെട്ടെന്ന് നിൽക്കാൻ മറന്നുപോയി. വീട് ഇന്ന് ഞാൻ കരികം തിരികം ശരിയാ. എടാ ഇതെന്താണ്. അപ്പുറത്തെ ദാസപ്പ മാമൻ്റെ കുളത്തിൽ പോയി വീഴുന്നത്. പതുക്കെ സാവകാശത്തിൽ പോ. സമാധാനം അത് നമുക്ക് നല്ലതുപോലെ വേണം ഇതൊക്കെ കളിക്കുമ്പോൾ. എന്താണ് മനുഷ്യൻ ചുമ്മാ തോക്കിടി. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്താൽ എനിക്ക് ജയിക്കാൻ പറ്റും. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തു എന്ന് തോന്നുന്നു. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തോ ഗൈസ്? നിങ്ങൾ ചെയ്താൽ എനിക്ക് ജയിക്കാൻ പറ്റും. എൻ്റെ വിശ്വാസം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തെന്നാണ്. നിങ്ങൾ സബ്സ്ക്രൈബിന് വേണ്ടിയാണ് ഞാൻ കളിക്കുന്നത്. ഓ ഗൈസ്, നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് ഞാൻ ജയിച്ചിരിക്കുന്നു. യെസ്, ഇനി കോണിപ്പടി കയറിപ്പോവാ. അയ്യോ, ബിരിയാണിയും കയറിയിട്ടുണ്ട്. ഇനി എന്താ, ഇത് ഭയങ്കര എളുപ്പം പിടിച്ച സംഭവമാണ്. നമുക്ക് ഈ ഫസ്റ്റ് ചെയ്യാൻ എടുത്തുകൊണ്ട് പോകണം. ഇതൊക്കെ നമ്മൾ കളിച്ചിട്ടുള്ളതുകൊണ്ട് തന്നെ എനിക്കറിയാം. നേരെ നമ്മളിതാ ഇവിടോട്ട് പോകണം. ഫൈൻ്റെ ലാഡർ. ഞാൻ ലാഡറൊക്കെ കണ്ടുപിടിച്ച് ഇനി എനിക്ക് കയറിയാൽ മാത്രം മതി. അന്തസ് ലാഡർ വെച്ച സ്ഥലം ചെറുതായിട്ടൊന്ന് മാറിപ്പോയി. ഇനി എനിക്കിത് നീട്ടിക്കല്. എന്താണിത്?
നമ്മൾ ലാസ്റ്റത്തെ പടി കയറുന്നില്ല. ഈ പൊട്ടാൻ കുറേ സമയം കൊണ്ട് ലാസ്റ്റത്തെ പടി കയറാതെ കിടന്ന് കളിക്കണം. ഞാൻ തന്നെ പൊട്ടനായിരുന്നു ഞാൻ പാട്ടുപാടാതറിയാതെ. വേറെ വല്ലതും എടുത്തുകൊണ്ട് വരാം. മറ്റേ സാധനം എന്തെങ്കിലും എടുത്തുകൊണ്ട് ഇതൊന്നും എടുക്കാൻ പറ്റുമോ? ഇതൊന്നും എടുക്കാൻ പറ്റൂലടാ. ഇത് കൊള്ളൂല, ഗെയിം കൊള്ളൂല. അല്ലെങ്കിലും കളിച്ച് ജയിക്കാൻ പറ്റാത്ത ഗെയിം ഒന്നും കൊള്ളൂല. ഇത് കൊള്ളാലോ, നല്ല സാധനം. എൻ്റെ അടുത്ത് ഈ സാധനം വഴി വഴി കയറാൻ നോക്കിയിട്ട് അതിന് നടന്നു. അത് ഇവിടെ ഓലിയോ. ഞാൻ പാട്ടൊക്കെ ഇട്ട് ഞാൻ മാസ് കാണിക്കും. ഇത് ഒത്തിരി തുള്ളി ടാസ്ക്കാണ്. ഈ കാറ്റടിക്കുന്ന സാധനം വെച്ച് ഞാൻ പറന്നു. നല്ല പാടുണ്ട്. നമ്മളിങ്ങനെയോ നോക്കിയാണ് നടക്കുന്നത്. ചാടി പോയാലാണ് പോയിട്ടെത്താം. ഇപ്പോൾ നമ്മൾ ഈ പൈപ്പിൻ്റെ സ്ഥലത്തെത്തി. ഞാനാണ് ഏറ്റവും ടോപ്പ്. വാ 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 നിദാന നിദാന ഒരു വാൽവിനെ അങ്ങനെയൊക്കെ അടച്ചിട്ടുണ്ട്. ഇങ്ങോട്ട് താരി തതിക്കുക. അടച്ചോ അമ്മാറൊന്നും ഒരിക്കലും പേടിക്കില്ല. ചത്ത് നേരെ അങ്ങോട്ട് കയറാം. നല്ല തകിട നമ്മളെങ്ങനെയാണ് ഗൈസ്. വല്ലതും ചെയ്തിട്ട് വരുമ്പോൾ തന്നെ ഈ മാർക്ക് അങ്ങ് തോപ്പിച്ചോളാൻ വയ്യ. തോക്കാൻ ആഗ്രഹിക്കുമ്പോൾ ഗെയിമായി തോപ്പിക്കൂല. തോപ്പിക്കാൻ ആഗ്രഹിക്കാത്തപ്പോൾ നമ്മളെങ്ങനെയൊക്കെയോ ഇവിടെ എത്തിയിട്ടുണ്ട്. ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഈ സാധനം ചാടിപ്പോകും. പക്ഷെ ചെറുതായിട്ടൊരു പാടുകളിൽ മറ്റേതുപോലെ തന്നെ അതിനെക്കാട്ടി ഒരു തുള്ളിൽ കൂടെ ഈസിയാണെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ തെറ്റ് കേസ്. ഇത് ഭയങ്കരമാണ്. ഈ പണ്ടാരമാണെങ്കിലേ കുറേ ഉണ്ട്. മറ്റേതൊരു 10-18 എണ്ണം കാണും. ഇതിൽ 20-30 എണ്ണം ഉണ്ട്. അയ്യോ, അറ്റത്തൂടെ പോയാൽ തോക്കും. നടുക്കൂടെ ചേച്ചി അറ്റത്തൂടെ പോയാലുള്ള പ്രശ്നമെന്നാണ്. എനിക്ക് അറ്റത്തൂടെ പോകണ ഇഷ്ടമല്ല. അറ്റത്തൂടെ പോയല്ല പിന്നെ അറ്റത്തൂടെ തന്നെ പോകും. ഞാൻ നടുക്കൊട്ട് ചാടും. കൺകൾ താട്ടും കുർബാനാദി തീരപ്പെൺ മനസ്സിലാണ്. ഞാൻ ഇനിയിപ്പോൾ പതുക്കെ അങ്ങ് പോവുകയാണ്. തോറ്റാലും കുഴപ്പമില്ല, ജയിച്ചാലും കുഴപ്പമില്ല. അമ്മ ഇതിൻ്റെ പാർട്ട് 2 എടുത്തിടാം. തോറ്റ നമ്മളെ ഈ ഗെയിം നമ്മൾ എത്ര മിനിറ്റായി? 14 മിനിറ്റായി. 15 മിനിറ്റ് ആകുമ്പോൾ നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം. നമ്മൾ അടുത്ത പാർട്ടാക്കിയിടാം. എന്നിട്ട് അടുത്ത ബാക്കി നമ്മളത് കഷ്ടപ്പെട്ട് അങ്ങ് വരെ എത്തിയാണ്. നിങ്ങൾ ലൈക്കും സബ്സ്ക്രൈബും ചെയ്താൽ നമ്മളെത്തും. നിങ്ങൾ ഓരോരോ സബ്സ്ക്രൈബും നമുക്ക് വിലപ്പെട്ടതാണ്. നമ്മൾ എങ്ങനെയൊക്കെയോ ആ സംഭവം എങ്ങനെയോ ചാടി ജയിച്ചിട്ടുണ്ട്. ഇതാണ് പുതിയത്. ഇവിടെ ഒരു ചാട്ടത്തിന് തന്നെ നമ്മൾ എയറിൽ കയറുന്ന ഒരു സംഭവമാണിത്. നമ്മൾ
എങ്ങനെയൊക്കെയോ ആണത് കംപ്ലീറ്റ് ചെയ്താൽ. നല്ല ടാസ്ക് പണിയാണ്. ഇങ്ങനെ എങ്ങനെയെങ്കിലും ഒക്കെ തല്ലണം. നിക്കടാ, പോടാ പോടാ പോടാ. അയ്യേ, ബോംബ് ഇട്ടുകൊണ്ട് വരണം അവിടെ പിറകെ. അയ്യോ, ഇവൻ്റെ തലമുണ്ട തല്ലിപ്പൊട്ടിക്കണേ, ഉമ്മാനെ തല തല്ലിപ്പൊട്ടിക്കണേ. പോടാ, നിനക്ക് ഇവിടോട്ട് കയറാൻ പറ്റില്ലെന്ന് എനിക്കറിയാടാ. ഇത് നമ്മളെങ്ങനെയോ തീർന്നിട്ടുണ്ട്. ഇവന്മാർ വലിയ സൂക്കേടാണ് ഇതിനൊക്കെ. ഇവനെയൊക്കെ തല്ലി 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 തീർക്കണം. പോടാ പോടാ, എന്നെ നിനക്ക് തൊടാൻ പറ്റില്ലടാ. മലയാളിക്ക് എന്താടാ എനിക്കിവിടെ കയറാം. പോടാ 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 പോടാ. എടാ ആപ്പിൾ തരേ. അയ്യോ ഷെഫ, പോടാ പോടാ പോടാ. അവനെ എങ്ങനെയെങ്കിലും ഞാൻ തീർക്കൂടാ. സലാം റോക്കി ബായ്, റോക്ക് റോക്ക് റോക്കി, സലാം റോക്കി ബായ്. എടാ ഇന്ന് തല്ലല്ലേ, എടാ തല്ലല്ലേടാ ചേട്ടാ, സോറി ചേട്ടാ, അറിയാതെ ചെയ്തോളെ. എടാ പോടാ തിരി, എടാ കളവ പോടാ, ഇന്നൊന്നും ചെയ്യില്ലേടാ, പോടാ. എടാ എന്താടാ ഇവന് ഇളിക്കണേ. നമ്മൾ ഇവനെങ്ങനെയും തോപ്പിച്ചിട്ട് കാണാം. ജസ്റ്റ് ഗൈസ്, നമ്മൾ അവനെ എങ്ങനെയൊക്കെയോ ആ പൊട്ടൻ അവിടെ ദുഷ്ടൻ്റെ നമ്മൾ എങ്ങനെയോ തീർത്തിട്ടുണ്ട്. നമ്മളിങ്ങനെ നേരെ ഓടി രക്ഷപ്പെടുകയാണ്. ഇപ്പോഴാണ് വന്ന് നേർശ്വാസം വീണ. ഹായ് ധീരാ ധീരാ ധീരാ. ഹായ് കൊള്ളാം, എന്താ രസം. അപ്പോൾ ഗൈസ്, നമ്മൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നമുക്ക് ഇനി അടുത്ത സെക്കൻഡ് പാർട്ട് ആക്കിയിടാം. അപ്പോൾ ഗൈസ് ബൈ ബൈ.